ഇന്ന് നമ്മുടെ JCBക്ക് 2 ടയറെന്ന് പറഞ്ഞാൽ ടയർ ഫ്രണ്ടിൽ ഇപ്പോൾ ഇതെല്ലാം ഊരി വെച്ചേക്കാണ്. അത് നമുക്ക് ഇന്ന് റീബെൽറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് പുതിയ വരുന്ന ടയറിനെ കഴിഞ്ഞും ഇച്ചിരൂടെ മെച്ചപ്പെടുത്തിയുള്ളൊരു ഇതാണ് അതിന് കൊടുത്തിരിക്കുകയാണ്. നമ്മളത് എടുക്കാൻ വേണ്ടി ഈ റീബെൽറ്റ് ചെയ്യുന്ന ഷോപ്പിലേക്ക് പോവുകയാണ്. അതിൻ്റെ ടയർ രണ്ടും ഇന്നലെ ഊരി നമ്മുടെ ലോറിയിൽ കൊടുത്തു. ഇന്നിപ്പോൾ ലോറിക്ക് ഓട്ടോ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് എന്ത് ചെയ്യാൻ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ കാറിൻ്റെ സീറ്റൊക്കെ എടുത്ത് വെച്ചേക്കാണ്. സീറ്റെല്ലാം എടുത്തു. ഇതേ 2 ടയർ കയറ്റാൻ പറ്റുമെന്ന് നമുക്ക് പോയി നോക്കാം. പോയ വഴിയിലെ കുറേ വിശേഷങ്ങളും കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വഴികളാണ്, കുറച്ച് വഴി ഞാൻ കാണിക്കാം. ഒരു ഗ്രാമപ്രദേശമാണ് നമ്മുടെ. ഇങ്ങനെ ചെറിയ ഒത്തിരി ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു നല്ല നല്ല ആൾക്കാരാണ് ഇവിടെ ഉള്ളതും. പിന്നെ നമുക്കിപ്പം എന്താണെന്ന് വെച്ചാൽ ടയർ എടുക്കാൻ പോകുന്ന വഴിയിൽ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെയും കൂടെ കാണിക്കും. ഇവിടെ കാണാത്തവരും കണ്ടവരും ഒക്കെ കാണും. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഒരു ചെറിയ വഴിയും കാര്യങ്ങളൊക്കെയാണ്. ഏലമാണ് കൂടുതലും ഇവിടെ കൃഷി, ഏലം. പിന്നെ അങ്ങോട്ട് മെയിൻ എന്നുവെച്ചാൽ ഞങ്ങളുടെ മേഖല കേന്ദ്രീകരിച്ച് തേയിലയാണ് കൂടുതലും. തേയില, ഏലം, കാപ്പി, കുരുമുളക്. ഇപ്പോൾ കാപ്പി കുരുമുളകൊക്കെ കുറവാണ്. ഇപ്പം മെയിനായിട്ട് ഏലത്തിന് വിലയുള്ളതുകൊണ്ട് ആൾക്കാർ ഏലകൃഷിയിലേക്ക് തിരിഞ്ഞു. പിന്നെ എസ്റ്റേറ്റ് മേഖലകളുണ്ട്. അത് വലിയ വലിയ AVT, പോപ്സൺ, കോണിമാറ, ടീ. ഇത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം വരുന്ന പുഴയാണിത്. മുല്ലപ്പെരിയാർ ഡാം വെച്ചാൽ ഇവിടുന്ന് 3.5-4 കിലോമീറ്റർ മേളിലാണ് ഡാം ഇരിക്കുന്നത്. ഈ പാലത്തിൻ്റെ കൈവരിക്ക് മുകളിൽ 2018 പ്രളയം വന്നപ്പോൾ വെള്ളം പൊങ്ങിയതാണ്. ഇനി വലിയ വിശേഷങ്ങൾ കാണിക്കാം. ഈ ടാറ്റ വണ്ടിയൊക്കെ തടിയുമായിട്ട് പെരുമ്പാവൂർ പോകുന്ന വണ്ടികളാണ്. ചെറുവണ്ടികളുള്ളൂ ഇവിടെ ടാറ്റയുടെ വണ്ടികളെന്ന് പറയാൻ. ബാക്കി കൂടുതൽ ലൈലാൻഡാണ്. ലൈലാൻഡ് ഇപ്പം ടണ്ണേജ് കൂടുതൽ കാരണമാണ് ലൈലാൻഡ് വണ്ടികൾ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പം കൂടുതലും തേയിലക്കാടുകളാണ്. ഇത് മെയിൻ റോഡാണ്. കോട്ടയം, കുമളി, കൊച്ചി, മധുര ദേശീയപാത എന്ന് പറയുന്നത്. നമുക്ക് വഴി കുറച്ച് നല്ല വിശേഷങ്ങൾ ഇപ്പം ആദ്യമായതുകൊണ്ട് ഞാൻ എല്ലാം നല്ല നല്ല വീഡിയോകൾ ഇടാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് ക്ഷമിക്കണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കണം. ഇതൊക്കെ നിങ്ങളുടെ നാടും നമ്മുടെ നാടും തമ്മിലുള്ള അന്തരങ്ങളും നമുക്കൊന്ന് കാണാം, വ്യത്യാസങ്ങളും എല്ലാം. ഇത് ഫുള്ള് 2 സൈഡും തേയിലക്കാടാണ്. ഇവിടെ ഒത്തിരി ടീ ഫാക്ടറികളുണ്ട്. ഫോറിനേഴ്സ് ഒത്തിരി വരുന്നുണ്ട്. ഇതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റും എല്ലാം നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ഒരു പച്ച ലീഫ്, അതായത് 3 ഇലയാണ് അതിൻ്റെ ഞുള്ളി എടുക്കുന്നത്. മുകളിൽ വരുന്ന പുതിയ ഇല 3 ഇല ഞുള്ളി എടുത്ത് അതിനെ വാട്ടി ഉണക്കി അതെല്ലാം ഫാക്ടറിക്കകത്താണ് പിന്നെ നടക്കുന്നത്. അതിനെ പൊടിച്ച് ഈ തേയില തന്നെ 3-4 ഇനമുണ്ട്. ആ 3-4 പ്രോസസ്സിലേക്ക് മാറ്റിയെടുക്കുന്നത്. നമ്മുടെ ഈ റോഡും നല്ല ഭംഗികളാണ്. ഇപ്പം പച്ചപ്പണിഞ്ഞ് മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പണിഞ്ഞ് നിൽക്കുകയാണ്. പ്രകൃതി നല്ല അതിൻ്റെ ദൃശ്യം വരുന്നൊരു പ്രകൃതി. നല്ല കുന്നുകളും ഒക്കെ ഉണ്ട്. എന്തായാലും
കാഴ്ചകളാണ് കാണാനുള്ളത്. പിന്നെ യാത്ര ഹിൽസും വളവും തിരിഞ്ഞും ഒത്തിരി വളവുകളുള്ള റോഡുകളാണ്. അതുകൊണ്ട് യാത്ര എപ്പോഴും കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ. ഓവർ സ്പീഡോ കാര്യങ്ങളോ ഓവർടേക്ക് ചെയ്യുന്നതൊക്കെ നോക്കി വേണം ചെയ്യാനും എടുക്കാനും. കാരണം നമുക്ക് പ്രതീക്ഷിക്കാതുള്ള വളവ് തിരിവ് എല്ലാം ഉണ്ട്. പുതിയതായിട്ട് വരുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം ഞങ്ങൾക്ക് തന്നെ ഇവിടം ഡെയിലി ദൈനംദിന കാണുന്നതാണ്. എന്നാൽ തന്നെ എന്നും വരുമ്പോൾ ഒരു പുതുമ പോലെയാണ് ഈ വഴിയോരങ്ങൾ. മഴക്കാലമാണ്, അതുകൊണ്ട് റോഡ് എല്ലാവരും കെയർഫുള്ളായിട്ട് വേണം വണ്ടി ഓടിക്കാൻ. രാവിലെ ആയിക്കഴിഞ്ഞാൽ നല്ലവണ്ണം മഞ്ഞിറങ്ങാൻ ചാൻസ് ഉണ്ട് ഈ റോഡുകളിൽ. മഞ്ഞായി കഴിയുമ്പോൾ എതിരെ വരുന്ന വണ്ടികൾ കാണാൻ പാടാണ്. അതുകൊണ്ട് എപ്പോഴും ഓവർ സ്പീഡ് കാര്യങ്ങളൊന്നും പാടില്ല കേട്ടോ ഈ വഴികൾ. പക്ഷെ എപ്പോഴും ആക്സിഡൻറ്റ് നടക്കുന്ന റോഡുകളാണ്. ദീർഘദൂര ബസ്സുകളാണ് ഇപ്പോൾ നമ്മൾ ഈ വഴി കാണുന്നത്. ഷട്ടിൽ ബസ്സുകൾ ഈ റൂട്ടിൽ കുറവാണ്. ദൂരെ അതായത് ചങ്ങനാശ്ശേരി, കോട്ടയം, എറണാകുളം, മൂവാറ്റുപുഴ, ആലപ്പുഴ, തിരുവനന്തപുരം അവിടെ നിന്നൊക്കെ രാവിലെ പുറപ്പെടുന്ന സർവീസുകളാണ് ഈ സമയങ്ങളിൽ ഇതിലെ പാസ് ചെയ്ത് പോകുന്നത്. കുമളി, തേക്കടി കുമളിക്ക് പോകുന്നത്. നമ്മുടെ അവിടുന്ന് 15 കിലോമീറ്ററേ ഉള്ളൂ തേക്കടിക്ക്. മെയിൻ അവിടെ കുമളി എന്ന് പറയുന്നത് കേരള തമിഴ്നാട് അതിർത്തിയും ബോർഡറുമാണ്. അവിടുന്ന് 10 കിലോമീറ്റർ പോയിട്ടുണ്ട് കമ്പം എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ മെയിൻ ഒരു ടൗണാണ് കമ്പം. ഇങ്ങോട്ട് ഈ റൂട്ടിലേക്കുള്ളത്. അവിടുന്നാണ് മുന്തിരിത്തോട്ടങ്ങളും കൂടല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ മുന്തിരിത്തോട്ടങ്ങൾ ഏറ്റവും കൂടുതൽ മുന്തിരി ഉൽപ്പാദിപ്പിക്കുന്നത് ഈ കമ്പം കൂടല്ലൂർ സ്ഥലങ്ങളാണ്. എന്നാൽ മുന്തിരിത്തോട്ടങ്ങൾ നമുക്ക് കയറി കാണാനും മുന്തിരി വാങ്ങാനും ഒക്കെ സാധിക്കുന്നൊരു ഇതാണ്. തേയിലക്കാട് കാണാൻ എന്ത് ഭംഗിയാണ് നോക്കി. നമ്മള് പുല്ല് വിരിച്ചേക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഈ ഷോയ്ക്ക് പുല്ല് വെച്ചേക്കുന്ന പോലെ തോന്നും. മരനിരകൾ മുഴുവൻ ഈ തേയിലയാണ് പ്ലാന്റ് ചെയ്തത്. ഈ വലതുവശത്ത് കാണുന്നതൊക്കെ ഏവിറ്റിയുടെ തോട്ടങ്ങളാണ്. അതിൻ്റെ പ്ലാന്റിങ് ഒക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി. തിരിച്ചു വരുമ്പം ഇച്ചിരൂടെ നല്ലപോലെ ഞാൻ കാണിക്കാം തേയിലയുടെ പ്ലാന്റിങ്ങും അതിൻ്റെ ഭംഗിയും. നഴ്സറിയാണ്. പൂക്കളും പൂച്ചെടികളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള വില്ലന്മാരൊക്കെ വഴിയിൽ കിടന്നുറങ്ങും. വെളുപ്പിനെയും രാത്രി സഞ്ചരിക്കുന്നവർ എപ്പോഴും അതൊരു ശ്രദ്ധ വേണം കേട്ടോ. മഞ്ഞും മഴയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഈ വഴി ഈ അടുത്ത് പോകുന്ന വണ്ടി പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അത്രയും മിസ്റ്റായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള പശു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വഴി അവർക്ക് ഈ കാട്ടിൽ മഴയത്തൊക്കെ നിൽക്കാൻ പാമ്പ് ഇതൊക്കെ
മഴ സമയത്ത് ഒത്തിരി ഉള്ളതുകൊണ്ട് ഈ മൃഗങ്ങളും വളർത്തു പശുക്കളും എല്ലാം റോഡിലേക്ക് വന്ന് നിൽക്കും സന്ധ്യയായി കഴിയും. അതിൻ്റെ പുറത്തോ അതിനെ ഇടിച്ചാലോ അപകടം സംഭവിക്കും. ഇത് നമുക്ക് പേര് കേട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പട്ടമല മാതാപ്പള്ളി. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. പാമ്പനാറ് കുതിരാനിൽ നിന്നും 10 കിലോമീറ്റർ മേളിലുണ്ട്. പാമ്പനാറ് എന്ന സ്ഥലത്ത് ഇവിടെയാണ് നമ്മൾ ടയർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും എന്തായെന്ന് പോയി നോക്കാം. രാവിലെ വിളിച്ചപ്പോൾ എല്ലാം ഓക്കെയാണ്, പോന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ചെല്ലുമ്പോൾ നോക്കാം നമ്മുടെ ടയർ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടോയെന്നും റീബിൽറ്റ് ചെയ്തിട്ടുണ്ടോയെന്നും. ഒരു ചെറിയ ടൗണാണ്. ടൗണെന്ന് പറയാൻ പറ്റത്തില്ല, ഈ കുറേ ഹൈവേ തന്നെയുള്ള ഒരു സ്ഥലമാണ്. ജനങ്ങൾ ഒത്തിരി പാർക്കുന്ന ഒരു സ്ഥലമാണ്. ചെറിയ ചെറിയ കടകളും പലചരക്ക് കടകൾ അങ്ങനെ കുറേ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ടയർ കൊടുത്തേക്കുന്നത്. ആ ടയർ സ്ഥാപനം നമ്മുടെ ഒന്നും ചെയ്തിട്ടില്ല, ലിസ്റ്റൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട്. ടയർ എടുക്കണം. ഡിസ്കാണ് നമ്മുടെ. ബെൽറ്റ് ചെയ്ത് നമുക്ക് കിട്ടി കേട്ടോ. അതായത് ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ നല്ല തിരക്കായിരുന്നു അന്ന്. പിന്നെ ടയർ എടുക്കാനും ഇതിനൊക്കെ ആളുടെ ആവശ്യമുണ്ടായിരുന്നു. ഞാനിവിടെ കൂടേണ്ടി വന്നതാണ്. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ രണ്ടെണ്ണം കൂടെ ചെയ്തപ്പം ഒരു 12,000 രൂപ 6,000 വെച്ച് ഒരു ടയറിന് 12,000 രൂപ ആയിട്ടുണ്ട്. നമുക്ക് അത് പരിചയത്തിൻ്റെ പുറത്തും നമ്മൾ സ്ഥിരം അവിടെ ചെയ്യുന്നത് കൊണ്ട് അവർ 1000 രൂപ കുറച്ച് 11,000 രൂപയ്ക്ക് നമുക്ക് തന്നത്. എന്തായാലും നമുക്ക് ഒരു വർഷം കൂടി വേറെ ടയർ പൊട്ടലൊന്നും ഉണ്ടായില്ലെങ്കിൽ ഒരു വർഷം നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. നമുക്ക് പുതിയ ടയർ വാങ്ങണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 12,000 13,000 രൂപ റേറ്റ് വരും. നമുക്കത് ആ റേറ്റിന് ഇപ്പോൾ 2 ടയർ റീസോൾ ചെയ്യുമ്പം നമുക്ക് ഇച്ചിരി ലാഭമാണ്. ഓക്കെ, ഇപ്പം കല്ലും ഇതൊന്നും ഇടയ്ക്കാതെ പൊട്ടിക്കാതെ കൊണ്ട് നടക്കാമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപയോഗിക്കാം കേട്ടോ. അത് ആ വഴിയോര കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. താല്പര്യമുള്ളവർ ഇവിടെ വന്നാൽ ഞാനിവിടെ താമസിക്കാനും ഫുഡ് കഴിക്കാനും എല്ലാ സംവിധാനങ്ങളും ഞാനിവിടെ റെഡിയാക്കി തരാം. ഒന്നും പേടിക്കണ്ട. നല്ല ക്വാളിറ്റിയുള്ള റൂമുകളും എന്നാൽ വലിയ കോസ്റ്റ്ലി ഇല്ലാത്തതും നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് തങ്ങാൻ പറ്റിയ റൂം, നല്ല നല്ല നാച്ചുറൽ നമ്മുടെ ഇടുക്കി സ്പെഷ്യൽ ഫുഡ് എല്ലാം. അതുകൊണ്ട് നിങ്ങൾ എന്തുണ്ടെങ്കിലും എന്നോട് ചോദിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. ഞാൻ കൂടുതലും എനിക്ക് വണ്ടി ഫീൽഡ് ആയതുകൊണ്ടാണ് വണ്ടിയുടെ കാര്യങ്ങളും പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എൻ്റെ നാട്ടിലുള്ളതും എനിക്ക് കാണാൻ കഴിയുന്നതുമായ കുറേ കാര്യങ്ങളൊക്കെ. ഓക്കെ, ശരി, നമുക്ക് ഇനി വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ച്. അവിടെ പോയി വണ്ടി എടുത്തുന്ന ടയറൊക്കെ ഇടുന്നതൊക്കെ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഇട്ടിട്ട് അതും കാണിച്ചു തരാം കേട്ടോ. എനിക്ക് വണ്ടിയുടെ ടയറൊക്കെ ഇട്ടു, പക്ഷേ എനിക്ക് അതെല്ലാം കൂടെ അവസാനം വരെ നിങ്ങളെന്ന് കാണിക്കാൻ പറ്റാഞ്ഞത് ഇവിടെ ഇച്ചിരി സാങ്കേതിക തടസ്സങ്ങളും ഇവിടെ എനിക്ക് വർക്ക്ഷോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വണ്ടി കാർ വാഷ് സെൻ്ററുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം തിരക്കിനിടയ്ക്ക് പിള്ളേരത് ഇട്ടു. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിരുന്നാലും ഇതാ ടയർ കിടക്കുന്നത്. വണ്ടി ഇപ്പം നാളെ വർക്കുണ്ട്, വണ്ടി വിടണം. ഇപ്പോൾ ടയർ
ആ കണ്ടീഷനായി നിൽക്കുന്നു. ഇത് ലോറിയുടെ ടയർ റീസോൾവ് ചെയ്തതാണെന്ന്. കുഴപ്പമൊന്നുമില്ല. എന്തായാലും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. മുന്നോട്ട് എല്ലാ ഇതും ഉണ്ടാവണം. നാളെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കാം. നമ്മുടെ വർക്ക്ഷോപ്പിലെ പരിപാടിയും പണികളും കാര്യങ്ങളും ഒക്കെ. ഓക്കെ.